ഇന്ത്യയിൽ സ്കോച്ച് വിസ്കിക്ക് വില കുറയും, പോക്കറ്റ് കാലിയാകാതെ ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾ ഇനി വാങ്ങാം, ലെതർ പാദരക്ഷകൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ അടക്കമുള്ളവയുടെ കയറ്റുമതിയിൽ ഇന്ത്യ നേട്ടം കൊയ്യും. കേരളത്തിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾക്കും കയറ്റുമതിയിൽ ശുക്രദശ. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും ബ്രിട്ടനും. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും ചർച്ചകൾക്കും ശേഷം ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4ാമത്തെ UK സന്ദർശനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ചരിത്രപരമായ ദിവസമെന്നും ഏറെ നാളത്തെ പ്രയത്നത്തിന്റെ ഫലമാണിതെന്നും മോദി പ്രതികരിച്ചപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണിതെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും പറഞ്ഞു. 3 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വ്യാപാര മേഖലയിൽ ഇന്ത്യയ്ക്കും UKയ്ക്കും നേട്ടമാകുന്ന UK ഇന്ത്യ വിഷൻ 2035 കരാർ യാഥാർത്ഥ്യമാകുന്നത്. കരാർ പ്രകാരം ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം 3400 കോടി വർദ്ധിക്കും. 2030ഓടെ UKയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ 2030ഓടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $120 ബില്യൺ എത്തിക്കുകയാണ് കരാറിന്റെ ലക്ഷ്യം. ഇരു രാജ്യങ്ങളും പരസ്പരം ഇറക്കുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യയിലെ തൊഴിലാളികൾ മുതൽ പ്രൊഫഷണലുകൾ വരെയുള്ളവർക്ക് കരാർ നേട്ടമാകും. തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഓട്ടോ പാർട്സ്, എഞ്ചിനുകൾ, ഫർണിച്ചർ, സ്പോർട്സ് സാധനങ്ങൾ, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ നിലവിലെ 4 മുതൽ 16% വരെയുള്ള തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും നേട്ടമുണ്ടാകും. ഇന്ത്യൻ തുണിത്തരങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും നികുതി ഒഴിവാക്കുന്നതോടെ ബംഗ്ലാദേശ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി അവയെ കൂടുതൽ മത്സരക്ഷമതയുള്ളതാക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഈ മേഖലയിലെ ഇന്ത്യൻ കയറ്റുമതി 40% വരെ ഉയരുമെന്നാണ് പ്രതീക്ഷ. തിരുപ്പൂർ, സൂറത്ത്, ലുധിയാന എന്നിവിടങ്ങളിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് കരാർ ഊർജ്ജമാകും. കേരളത്തിനും ഈ ഒരു തീരുമാനം ഗുണം ചെയ്തേക്കും. പാക്കറ്റിലാക്കിയ ഭക്ഷണത്തിന് 70% വരെ തീരുവ ഉണ്ടായിരുന്നതും UK എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കുള്ള അംഗീകാര പ്രക്രിയ UK ലഘൂകരിക്കുമെന്നാണ് പ്രതീക്ഷ. NHSഉം ഇന്ത്യയിൽ നിന്നുള്ള ജനറിക് മരുന്നുകൾക്കായി കൂടുതൽ തുറന്നുകൊടുക്കും. ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ നികുതി ചുമത്തുന്നതും കരാർ പ്രകാരം ബ്രിട്ടൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രിട്ടൻ നിർമ്മിത സ്കോച്ച് വിസ്കിക്ക് ഇറക്കുമതി തീരുവ 180%-ൽ നിന്ന് 75%ആകും. അടുത്ത ഘട്ടമായി 40%-ലേക്ക് തീരുവ കുറയ്ക്കുകയും ചെയ്യും. സ്കോച്ച് വിസ്കിക്കൊപ്പം ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾക്കും വില കുറയുന്നുണ്ട്. ബ്രിട്ടീഷ് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ വില കുറയും. അതേസമയം ക്ഷീരോൽപ്പന്നങ്ങൾ, ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാനമല്ലാത്ത സർക്കാർ ടെൻഡറുകളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യ അനുമതി നൽകും. ഇതിന്റെ പരിധി 200 കോടി രൂപയുമായിരിക്കും. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം UKയിലെ വിപണി തുറന്നു നൽകുന്നതാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ. UKയിൽ നിന്നുള്ള ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വാഹനങ്ങൾക്കും ഇന്ത്യൻ വിപണിയും കരാറിലൂടെ തുറന്നു കൊടുക്കപ്പെടുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ പ്രതിവർഷം 56,150 കോടി അധിക വരുമാനമാണ് ബ്രിട്ടന് ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ കയറ്റുമതി കുതിക്കുന്നതിനൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. ഇന്ത്യൻ കമ്പനികളിലെ ജീവനക്കാരെ ബ്രിട്ടനിലേക്ക് അയക്കുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ചെലവ് ഇനി ഉണ്ടാകില്ല. ഇതോടെ കമ്പനികളുടെ അധിക ചെലവ് കുറയാൻ പോവുകയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി സന്ദർശിക്കുന്നവർക്കും കരാർ അടിസ്ഥാനത്തിൽ സേവനം നൽകുന്നവർക്കും യോഗ പരിശീലകർ, ഷെഫുമാർ, സംഗീതജ്ഞർ എന്നിവർക്കും UKയിലെ താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള അനുമതി ലഭിക്കും. UKയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികളെയും അവരുടെ തൊഴിലുടമകളെയും 3 വർഷത്തേക്ക് UKയിലെ സാമൂഹ്യ സുരക്ഷാ വിഹിതം അടയ്ക്കുന്നതിൽ നിന്നാണ് ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിലെ 6ാമത്തെ നിക്ഷേപക രാജ്യമാണ് ബ്രിട്ടൻ. അവരുടെ മൊത്തം നിക്ഷേപം $36 ബില്യൺ ആണ്. ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 1000 ഇന്ത്യൻ കമ്പനികൾ ഏകദേശം 1 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്. ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നിലവിൽ $14.5 ബില്യൺ ആണ്. ഇറക്കുമതി 8.6 ബില്യണും. വ്യാപാര മേഖലയ്ക്ക് ഇളവുകൾ ോടെ വിപണികൾ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ കൂടുതൽ നിക്ഷേപം വരികയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അമേരിക്ക താരിഫ് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ താരിഫിൽ ഇതുപോലൊരു വിട്ടുവീഴ്ച ചെയ്ത് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.